അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ വെറുതെ വീട്ടിൽ നിന്നിട്ട് സുഖമില്ല ടയിലൊക്കെ പോകണം. എന്റെ പ്ലാനിങ് ഒന്നും നോക്കിയില്ല. കിട്ടിയതൊക്കെ പാർക്കി കൂട്ടി പുറകെ ഞാനും ഇറങ്ങി. ആണെങ്കിൽ തോടിന്റെ ഭംഗിയൊക്കെ പറഞ്ഞു പോവാണ്. പെട്ടെന്ന് തീരുമാനം ആരോടും പറഞ്ഞില്ല. അല്ലേ നമ്മൾ അങ്ങനെ തന്നെ ഇവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിച്ചു ഇങ്ങ് പോവാ. കിട്ടിയ വണ്ടി കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. ഒന്നും നോക്കില്ല. അന്ന് വണ്ടിക്ക് കൈ കാണിച്ചതിൽ കയറി തിരുവനന്തപുരം വരെ പോകണം. അവിടെ ട്രെയിനിന് കയറണം. ഒരു ബസ് കയറി ഇറങ്ങി അടുത്ത ബസ് കയറി ഞാൻ തിരുവനന്തപുരത്തിനെത്തി. കിട്ടിയപ്പോടെ 8 ട്രെയിൻ അങ്ങ് കയറി. ട്രെയിനിൽ കയറാനുള്ളത് ഞാൻ ആകെ പെട്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാല് പെട്ടെന്നുള്ള തീരുമാനമുണ്ട്. റിസർവേഷൻ ഒന്നും കിട്ടിയില്ല. കിട്ടിയ സീറ്റിലേക്ക് ഇരുന്നു. ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റ് ഏത് സ്ലീപ്പർ ഏതെന്ന് ഇതുവരെ എനിക്ക് തിരിച്ചറിഞ്ഞൂടാ. എന്തായാലും രണ്ടും കൽപ്പിച്ച് എല്ലാവരും കയറി. അതിന്റെ ഒപ്പം ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ചു ജനറൽ അല്ലേന്ന്. ഞങ്ങൾ അതേ പറഞ്ഞു. വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ പാലക്കാട് എത്തി. പിന്നെ അവിടെ ഞങ്ങൾ റെസ്റ്റ് എടുത്തു. അവിടെ നിന്ന് അടുത്ത ബസ്സിന് കയറി. പോകേണ്ട വഴി കറക്റ്റ് അറിയില്ല. കണ്ടക്ടറോടും ഡ്രൈവറോടൊക്കെ ചോദിച്ചു അടുത്ത ബസ്സിലും കയറി. നമുക്ക് നേരെ പോകേണ്ടത് കല്ലേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞാൻ പഠിച്ച കോളേജിലാണ് പോണത്. 2 കൊല്ലം പോയെങ്കിലും ഇവരെ ഒറ്റയ്ക്ക് പോകാൻ അറിയത്തില്ല. കണ്ടക്ടർമാരോടൊക്കെ സ്ഥലത്തിനെ പറ്റി പറഞ്ഞു. അവരെന്തായാലും കറക്റ്റ് സ്ഥലത്ത് നമ്മൾ എത്തിച്ചു. ഒരു ഓട്ടോ പിടിച്ചു. ഈ ഓട്ടോയ്ക്ക് കോളേജിലെത്താം. അങ്ങനെ അവസ്ഥ ഞങ്ങൾ കോളേജിലെത്തി. എന്താ കോളേജൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ. ഒന്നുമില്ല 2 കൊല്ലം പഠിച്ച ശാന്തസുന്ദരമായ അന്തരീക്ഷം. വന്നത് രാവിലെ 8 മണിക്കായതുകൊണ്ട് തന്നെ അവിടെയും ആരെയും കണ്ടില്ല. കുറച്ചു നേരം കറങ്ങി കോളേജൊക്കെ മൊത്തം കറങ്ങി നടന്നു. പിന്നെ അവിടെ അങ്ങോട്ട് കോളേജിൽ പോലുള്ള സ്റ്റെയർ ആയിരുന്നു. പഠിക്കുന്ന സമയത്ത് കോളേജിൽ കയറുമ്പോൾ സ്റ്റെപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടേ ഇല്ല. 18 പോലെ അത് മുഴുവനും ഞാൻ നാട് ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെയൊക്കെ അവസാനം കോളേജിലെത്തി. കുറച്ചു നേരം പാടത്തൊക്കെ വായി നോക്കിയിരുന്നു. കോളേജിന്റെ പിൻവശത്തുള്ള പാടാണത്. 2 കൊല്ലം നോക്കിയിരുന്നത് ഈ പാടത്തേക്ക് മാത്രമാണ്. നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ആരെയും കണ്ടില്ല. കുറെ നേരം അവിടെ ഒക്കെ വെയിറ്റ് ചെയ്തു. അവസാനം സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് നിന്നു. അപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. പ്രിൻസിപ്പള് നേരിട്ട് സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്നൊരു സാറിന്റെ ഒപ്പ് വേണമെന്ന്. ആ സാറ് 11:30 മണിക്ക് വരണോന്ന്. 2 കിളി 12 മണിയപ്പോ സാറ് വന്നു. കിട്ടിയത് കയ്യിൽ വാങ്ങിയിട്ട് ഓട്ടായിരുന്നു. വന്നപ്പോ കിട്ടിയ ലിഫ്റ്റിന് കയറി നേരെ ഓടി. കിട്ടിയ ഓട്ടോയിലും കയറി. ഇനി റെയിൽവേ സ്റ്റേഷനാണ് ലക്ഷ്യം. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ. പക്ഷെ എന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അവിടെ കിട്ടിയ ബസ്സിലും കയറി. സൈഡ് സീറ്റ് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. കിട്ടിയ സർട്ടിഫിക്കറ്റ് തുറന്നു പോലും നോക്കിയിട്ടില്ല. വാങ്ങി അപ്പോഴേ ബാഗിൽ വെച്ച് കാഴ്ചകൾ കണ്ടു. അവസാനം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ടിക്കറ്റ് എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി. 2 മണിക്കാണ് ട്രെയിൻ. എന്തായാലും പ്ലാറ്റ്ഫോമിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ മാത്രം പോരാ, ജനറൽ കമ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കണം. എനിക്കിത് അവിടെ നിന്ന് ആരുടെ അറിയില്ല. അവസാനം ട്രെയിനിൽ കയറിയപ്പോഴോ ഭയങ്കര തിരക്ക്. സീറ്റ് കിട്ടാണ്ട് കുറെ ആൾക്കാരുടെ നിൽക്കുന്നുണ്ട്. രാത്രി 9 മണിയായി. കൊല്ലാത്തി കഴിഞ്ഞപ്പോ പിന്നെ സീറ്റിൽ ആരുമില്ല. സീറ്റൊക്കെ ഒഴിവായി. എന്റെ ബാഗോടെ വെച്ച് വിശാലമായിട്ടിരുന്നു. അവസാനം തിരുവനന്തപുരം സെൻട്രലിലെത്തി. തിരുവനന്തപുരം കണ്ടപ്പോ എന്തോ ഒരു സമാധാനം എന്നറിയാലും നമ്മുടെ നാട് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. പോയ വഴിക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. ട്രെയിൻ യാത്രയാണെങ്കിലും ഒരുപാട് ആൾക്കാർ സഹായിച്ചു. ഇനി കയറാനാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കുറെ ആൾക്കാർക്ക് ബോറടിക്കാതെ വർത്താനം പറഞ്ഞിരുന്നു. സെൻട്രലിലെത്തി. ഇനിയൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. മോളും ഈ ട്രെയിനിലുണ്ടായിരുന്നു. പാലക്കാട് നിന്ന് കയറിയതാണ്. പക്ഷെ ഞാൻ ഈ ട്രെയിനിലുള്ളത് അവൾക്കറിയില്ലായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോഴാണ് അവൾ എന്നെ കാണുന്നത്. അവളെന്നെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഒരുമിച്ച് തന്നെ വീട്ടിൽ പോയത്. വീട്ടിലെത്തി ഇത് വാങ്ങാനുള്ള ഓട്ടോ ആയിരുന്നു.